വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഫുൾ ലെങ്ത് ക്വസ്റ്റ്യനിലേക്ക് വരാൻ വേണ്ടി 2-3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത്. നമുക്കൊരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് സോളിഡ്സ് ഇൻക്ലൈൻഡ് ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻ. അത് എച്ച് പിക്കും വി പിക്കും ഇംഗ്ലീഷും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയും ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെക്സഗണൽ പ്രിസം സൈഡ് ഓഫ് ബേസ് 20 mm and axis 50 mm is resting on an edge of base on HP inclined at 40 degree to VP with its axis inclined at 60 degree to HP. Draw the projections of the solid. ഓക്കെ, ഇതിൻ്റെ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പാരാമീറ്റർ ഹെക്സാഗണൽ പ്രിസമാണ്. ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, ആക്സിസ് 50 mm തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജിലാണ്. ഓക്കെ, ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജ് വേണം റൈറ്റ് സൈഡ് തരാം. ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആയി. ദെൻ ഇൻക്ലൈൻഡ് അറ്റ് 40 degree to VP. വി പിയുടെ കണ്ടീഷനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ വരച്ചപ്പോൾ പറഞ്ഞു എച്ച് പിയുടെ ഇംഗ്ലീഷ് വേണം ആദ്യം വരയ്ക്കാനാണ്. ഇവിടെ പറയുന്നത് ബേസ് എഡ്ജ് ഓഫ് ബേസ് ഓൺ എച്ച് പി ഇൻക്ലൈൻഡ് അറ്റ് 40 degree to VP. അതായത് എച്ച് പിയിലിരിക്കുന്ന ബേസ് എഡ്ജ് വി പിക്ക് 40 degree ഇൻക്ലൈൻഡ് ആണ്. ദെൻ വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree to HP. അപ്പോൾ ഫസ്റ്റ് വരയ്ക്കേണ്ട കണ്ടീഷൻ ബേസ് ഫിഗർ വരയ്ക്കുക. ദെൻ ഇൻക്ലൈഷൻ ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree വരയ്ക്കണം. പിന്നെ വേണം ബേസ് ഓൺ എച്ച് പി ഇൻക്ലൈൻഡ് 40 degree വരയ്ക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊരു ഹെക്സഗണൽ പ്രിസമാണ്. ഹെക്സഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ ആൻ എഡ്ജ് ഓഫ് ബേസ് ഓൺ എച്ച് പി. അപ്പം ബേസ് ഫിഗർ എന്തായിരിക്കണം? എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഇതായിരിക്കണം ബേസ് ഫിഗർ വരിക. ഫ്രണ്ട് വ്യൂ ഈ ഒരു ഷേപ്പിൽ വരും. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, ബേസ് ഫിഗർ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് എച്ച് പിയുടെ ഇൻക്ലൈഷൻ. എച്ച് പിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ആക്സിസ് ഇൻക്ലൈൻഡ് 40 degree, വി പിയുടെ ആണ്, അല്ല വി പിയുടെ കണ്ടീഷൻ അല്ല, എച്ച് പിയുടെ കണ്ടീഷൻ വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree to HP. ഓക്കെ, ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree. ഇവിടുന്ന് സെൻറ്റർ തൊട്ട് ഇവിടം സെൻറ്റർ വരെയാണ് ആക്സിസ്. ആ ആക്സിസ് നേരെ 60 degree ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ 60 degree ഇൻക്ലൈൻ ചെയ്ത് ഈ ഒരു ഫിഗറാണ് അടുത്ത് വരയ്ക്കുന്നത്. അതായത് ഫസ്റ്റ് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ, ദെൻ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് സോളിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട് വേണം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് മാത്രമാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ വരച്ചു. ദെൻ വേണ്ടത് ഇൻക്ലൈഷൻ, ആക്സിസ് ഇൻക്ലൈൻഡ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആൻഡ് ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree എന്ന് പറയുമ്പം ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ നേരെ ആക്സിസിന് ഇൻക്ലൈഷൻ കൊടുത്ത് ഈ പൊസിഷനിലേക്ക് മാറ്റി. നെക്സ്റ്റ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി. ഇപ്പം ബേസ് എഡ്ജ് ഓൺ എച്ച് പി എന്ന് പറയുന്നത് വി പിക്ക് പെർപെൻഡിക്കുലറാണ്. അത് നേരെ വി പിക്ക് എത്ര ഡിഗ്രിയാണ്? പാരലല്ല, 40 degree to VP. അതായത് ഈ റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് വി പിക്ക് 40 degree എന്നാണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ ഇത് നേരെ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുക, 40 degree to VP വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു കേസിലെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങോട്ട് 40 degree എടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് വേണമെങ്കിൽ 40 degree എടുക്കുക. അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു കണ്ടീഷൻ വരും. എന്നിട്ട് ഈ ഡയറക്ഷനിലേക്ക് 40 എടുത്താലും ഈ ഡയറക്ഷനിലേക്ക് 40 എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, നമ്മളെടുത്ത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ വരയ്ക്കുക. ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിലെ ബേസ് ആയിരിക്കും വിസിബിളായിട്ട് വരുന്നത്. ഇപ്പുറത്തെ ഡയറക്ഷനിൽ എടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലെ ബേസ് തന്നെ വിസിബിൾ വരും. അപ്പോൾ ടോപ്പ് വ്യൂലും ഫ്രണ്ട് വ്യൂലും ഈ ഒരു ബേസ് വിസിബിളായിട്ട് കിട്ടും. ഈ ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഈ ഡയറക്ഷനിൽ എടുത്താൽ താഴത്തെ ബേസ് ആയിരിക്കും വിസിബിൾ, മുകളിലത്തെ ബേസ് വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ മുകളിലത്തെ ബേസ് ആയിരിക്കും വിസിബിൾ. അതായത് ടോപ്പ് വ്യൂലും ഫ്രണ്ടിലും രണ്ട് ബേസ് ആയിരിക്കും വിസിബിൾ. പ്രശ്നമൊന്നുമില്ല, രണ്ട് ഡയറക്ഷനിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തത് ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു കേസാണ് എടുത്തത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ഈ ഒരു ബേസ് ആയിരിക്കും വിസിബിൾ ആൻഡ് ഫ്രണ്ട് വ്യൂവിൽ ഈ ബേസ് ആയിരിക്കും വിസിബിളായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് ഫസ്റ്റ് മെത്തേഡ് വഴി ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെയായിരിക്കും ചെയ്യുക. ഫസ്റ്റ് ചെയ്യുന്നത് ബേസ് എഡ്ജ് ആണോ കോർണറാണോ റൈറ്റ് സൈഡിൽ നിന്ന് ഫിക്സ് ചെയ്യുക. അതായത് ഈ ഒരു ടോപ്പ് വ്യൂ വേണോ അതോ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഈ ഒരു ടോപ്പ് വ്യൂ ആണോ കറക്റ്റ് ഫിക്സ് ചെയ്യാം. ബേസ് എഡ്ജ് ആണ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിലെങ്കിൽ ക്വസ്റ്റ്യനെങ്കിൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട എച്ച് പിയുടെ ഇംഗ്ലീഷൻ. ഇപ്പോൾ ആക്സിസിൻ്റെ ഇംഗ്ലീഷൻ ആണെങ്കിൽ ആക്സിസിനെ ആ ഒരു ഡിഗ്രി ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ആക്സിസ് ഇംഗ്ലൈൻഡ് 30 degree ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സോൾഡ് വരച്ചു. അപ്പോൾ എന്തായിരിക്കണം? ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. ദെൻ ആക്സിസിൻ്റെ ഇംഗ്ലീഷൻ പറയുമ്പോൾ ആക്സിസിൻ്റെ ഇംഗ്ലീഷൻ കാണുന്ന രീതിയിൽ. അപ്പം ആക്സിസ് ആണ് എന്ത് കണ്ടീഷൻ ആയാലും, സ്ലാൻഡ് എഡ്ജ് ആണെങ്കിൽ ലോങ് എഡ്ജ് ആണെങ്കിൽ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ തീറ്റ അതായത് എച്ച് പിയുടെ ഒരു ഇംഗ്ലീഷൻ തന്നിട്ടുണ്ടെങ്കിൽ എച്ച് പിയുടെ ഇംഗ്ലീഷൻ എടുത്ത് ടിൽറ്റ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ വി പിയുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ നേരെ വി പിയുടെ ഇംഗ്ലീഷൻ ഈ സൈഡിലേക്കോ ഈ സൈഡിലേക്കോ രണ്ട് സൈഡിലേക്ക് എടുക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടില്ല രണ്ട് സൈഡിലോട്ട് എടുക്കാം. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറയും ബേസ് വിസിബിൾ ആയിരിക്കണമെന്നോ ചിലപ്പോൾ ബേസ് അവേ ഫ്രം വി പി ആയിരിക്കണം, എന്തെങ്കിലും പറയാം. ഓക്കെ, അപ്പം തേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വി പിയുടെ ഇംഗ്ലീഷൻ.
വി പിയുടെ ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് നമുക്ക് സെക്കൻഡ് മോഡലുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം വരയ്ക്കേണ്ടി വരും. അതായത് ബേസ് ഫിഗർ, അതിന് എച്ച് പിയുടെ ഇംഗ്ലീഷ് കൊടുത്തു, ദെൻ അതിന് വി പിയുടെ ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ ഫിഗർ. ഇനി വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും സെയിം കേസ് തന്നെ. ഇതാണ് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് ഫിഗർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സ് ചെയ്യാം. അതായത് എഡ്ജ്, ഈ കേസിൽ എഡ്ജ് റൈറ്റ് സൈഡ് വരുന്നതാണ്. എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന വേണോ കോർണർ റൈറ്റ് സൈഡ് വരുന്ന വേണോ എന്ന് ആദ്യം ഫിക്സ് ചെയ്യണം. ഓക്കെ, അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എഡ്ജാണ് റൈറ്റ് സൈഡിൽ വരുന്നതെങ്കിൽ എഡ്ജ് റൈറ്റ് സൈഡ് പ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത കൊടുക്കേണ്ട കണ്ടീഷൻ വി പിയുടെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ വി പിക്ക് ഇപ്പോൾ ആക്സിസ് ഇംഗ്ലണ്ട് സം ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വി പിയുടെ ഇംഗ്ലീഷിൽ ആക്സിസ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്ത് വി പിയുടെ കണ്ടീഷനാണ് ഫസ്റ്റ് കൊടുത്ത്, ഇവിടുന്ന് നേരെ വി പിയുടെ കണ്ടീഷൻ കൊടുത്തു. ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യാണ്, വി പിയിൽ റെസ്റ്റ് ചെയ്യാണ്, വി പിയുടെ കണ്ടീഷൻ കൊടുത്തു. ദെൻ എച്ച് പിയുടെ കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ എച്ച് പിയുടെ ഇത് വി പിയുടെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരും. ദെൻ അതിനൊരു പർട്ടിക്കുലർ എച്ച് പിയുടെ കണ്ടീഷൻ കാണും. എച്ച് പിയുടെ കണ്ടീഷനോട് അപ്ലൈ ചെയ്യുമ്പോൾ ഫിഗർ മാറാം, ഇങ്ങോട്ടോ എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ ഫ്രണ്ട് ടോപ്പിയാണ് വരയ്ക്കുന്നത്. ഇതാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് വഴി വരയ്ക്കേണ്ടതെന്ന് നോക്കി. അപ്പോൾ നമുക്ക് നേരെ ബേസ് ഫിഗറിലേക്ക് പോകാം. ഹെക്സഗണൽ പ്രിസമാണ്. ഓക്കെ, ബേസ് ഫിഗറിൽ സ്പേസ് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. എക്സാമിന് പോകുകയാണെങ്കിൽ ഒരു A4 പേപ്പർ ആയിരിക്കും കിട്ടുക. അതിനകത്ത് നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഇട്ട് തന്നെ വരച്ച് പോവുക. എക്സെൽ മാർക്ക് ചെയ്തു. ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വേണം. ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 20 mm ആണ്. നമ്മൾ സർക്കിൾ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. 20 mm ബേസ് റേഡിയസിൽ ബേസ് റേഡിയസിൻ്റെ ഒരു സർക്കിൾ മാർക്ക് ചെയ്തു. ദെൻ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ഡയഗണൽ എടുക്കേണ്ടത് ഈ ഡയഗണൽ വേണം എടുക്കാൻ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഡയഗണൽ എടുത്ത് വരയ്ക്കുമ്പോഴാണ് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരിക. ഓക്കെ, ദെൻ സെയിം ബേസ് റേഡിയസിൽ ഇവിടെ കട്ട് ചെയ്യാം. പ്രസവമായതുകൊണ്ട് തന്നെ ഡയഗണൽസ് നമുക്ക് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഡയഗണൽസ് എല്ലാം വരയ്ക്കണമെന്നില്ല. 2 ഡയഗണൽസ് വെച്ചാൽ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡയഗണൽസ് ജസ്റ്റ് വരച്ച് ഇനി ഫ്രണ്ടിലേക്ക് പോകും. ഫ്രണ്ടിൻ്റെ ഹൈറ്റ് 50 mm ആണ്. ഓക്കെ, അപ്പം ബേസ് ഫിഗർ വരച്ചു. ദെൻ ഫസ്റ്റ് ഇംഗ്ലീഷ് വരയ്ക്കണം. ഓക്കെ, അതിന് മുമ്പ് പേര് കൊടുക്കാം. പേരൊക്കെ നമ്മൾ പേരും കൊടുക്കുകയാണ്, കാരണം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫസ്റ്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ആക്സിസ് ഇൻക്ലൈൻഡ് 60 ഡിഗ്രി ടു എച്ച് പി. ആക്സിസ് എച്ച് പിക്ക് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, നമുക്ക് അറിയാം.
ഒരു 60 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്തു. ദെൻ നമുക്കറിയാം ആക്സിസ് ഇൻക്ലൈൻഡ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ എഡ്ജും 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. എല്ലാത്തിൻ്റെ ലെങ്ത് 50 mm തന്നെയാണ്. പ്രശ്നമാണല്ലോ, അപ്പോൾ ഈ എഡ്ജ് എടുത്ത് വരച്ചാലും കറക്റ്റാണ്. ദെൻ ഈ ഒരു റെക്റ്റാങ്കിൾ അതുപോലെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുക. അതും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്ത് തന്നെ വരയ്ക്കുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇംഗ്ലീഷ് വരച്ചു. ഇതിൻ്റെ ആക്സിസ് ലെങ്ത് കൂടെ മാർക്ക് ചെയ്യും. ഓക്കെ, വരച്ച് കംപ്ലീറ്റ് ചെയ്തു. നെയിം ചെയ്യാം. ഇങ്ങനെ ഓരോ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര പോയിൻറ്റ്സ് കിട്ടി. നമുക്ക് ഈ പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാലും ആദ്യം നമ്മൾ എന്താ ഔട്ട് ലൈൻസ് ഡാർക്ക് ആക്കും. ഓക്കെ, ഔട്ട് ലൈൻസിലെ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡാർക്ക് ആക്കുക. ഇവിടെ നമ്മൾ കുറച്ച് അടുത്ത് പോയി, കുഴപ്പമില്ല. അപ്പോൾ നെയിം ചെയ്ത് മാത്രമാണ്, ഫിഗർ രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്. നെയിം ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഓവർലാപ്പായി പോയി. നോ പ്രോബ്ലം, ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഔട്ട് ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇവിടെ നോക്കുമ്പോൾ ബേസ് ABCD വിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCD ഫുള്ള് ഡാർക്ക് ആക്കുക. ABCDEF. ഓക്കെ, എഫ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. എഫ് ഇതിവിടെ അല്ല എഫ് വരിക. ഇതാണ് എഫിൻ്റെ ലൈൻ. ദിസ് വൺ, ഇതാണ് F1 വരിക. ഇപ്പം ABCDEF എന്ന് നമ്മൾ ഡാർക്ക് ആക്കി ജോയിൻ ചെയ്തു. ദെൻ മറ്റേ ബേസ് ഡോട്ടഡ് ആയിരിക്കും. പിന്നെ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈൻസ് വിസിബിൾ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ബേസ് ABCD നമുക്ക് വിസിബിളാണ്. എന്തായാലും AP ഈ ലൈൻ വിസിബിൾ ആയിരിക്കും, ഈ ലൈൻ വിസിബിൾ ആയിരിക്കും. ബാക്കി ഈ FD എന്നുള്ള ലൈൻ, അതായത് FD അല്ലല്ലോ,
ഓക്കെ, ബാക്കി ലൈൻസ് ഡോട്ടഡ് ആയിരിക്കും. അത് ഇവിടെ വരുന്ന ലൈൻസ് ഡോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫിഗർ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഇത് ഫസ്റ്റ് ഇംഗ്ലീഷ് HP കണ്ടീഷൻ കൊടുത്ത് വരച്ചൊരു ഫിഗർ ആണ്. അപ്പോൾ ഈ ബേസ് ABCD എന്നുള്ള ബേസ് കംപ്ലീറ്റ്ലി വിസിബിൾ ആക്കി, മറ്റേ ബേസ് ഡോട്ടഡ് ആക്കി. പിന്നെ ആക്സിസ് മാർക്ക്, ആക്സിസ് ലൊക്കേറ്റ് ചെയ്തില്ല. O1 ഇതാണ് ആക്സിസും ഡാർക്കാക്കി ആക്സിസ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് വരയ്ക്കണം. അടുത്ത ഫിഗർ വരയ്ക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എഡ്ജ് ഓൺ HP ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു VP. ബേസ് എഡ്ജ് ഓൺ HP ഏതാണെന്ന് നോക്കുക. ബേസ് എഡ്ജ് ഓൺ HP എന്ന് പറഞ്ഞാൽ HP റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് RS എന്നുള്ള ബേസ് എഡ്ജാണ് HP റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ബേസ് എഡ്ജ് ഇംഗ്ലീഷ് 40 ഡിഗ്രി ടു VP. 40 അല്ലേ? 40 ഡിഗ്രി ടു VP ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ബേസ് എഡ്ജിൻ്റെ ലെങ്ത് ഇത്. ഓക്കെ, ഒരു ബീറ്റ കാൽക്കുലേഷൻ്റെ ഒക്കെ ഒരു കേസ് വരും. പക്ഷേ ഈ കേസിൽ നമുക്ക് ബീറ്റ വേണ്ട ഒരു കേസ് വരുമ്പോഴത്തേക്കും ബീറ്റ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ കേസിൽ നമുക്ക് ബീറ്റ ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്തായാലും ബീറ്റയുടെ ഒരു കേസ് വിടുക. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ബീറ്റയുടെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞാൽ ഈ RS എന്നുള്ള ബേസ് എഡ്ജ്. ആ ബേസ് എഡ്ജ് VPക്ക് 40 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? X ലൈന് 40 mm രണ്ട് ഡയറക്ഷനിലേക്ക് എടുക്കുക. ഈ ഡയറക്ഷനിലേക്ക് 40 mm എടുക്കാം. ഓക്കെ, ഞാനിപ്പം ഈ ഡയറക്ഷനിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. 40 mm അല്ല, 40 ഡിഗ്രി. 40 ഡിഗ്രി ടു VP ആണല്ലോ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ. ഇപ്പോൾ 40 ഡിഗ്രി ടു VPയുടെ ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, 40 ഡിഗ്രി ടു VPയുടെ ലൈൻ മാർക്ക് ചെയ്തു. ഈ ആംഗിളാണ് 40 ഡിഗ്രി. ദെൻ നമുക്ക് ചെയ്യേണ്ടത് ബേസ് എഡ്ജ് HP റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ്, അതായത് RS എന്നുള്ള ബേസ് എഡ്ജ്. അതിൻ്റെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് RS. ഈ RS എന്നുള്ളത് ഈ 45 ഡിഗ്രി ലൈനിൽ വരയ്ക്കുക. ഓക്കെ, ഈ RS എന്നുള്ളതായിരിക്കണം 45 ഡിഗ്രിയിൽ വരേണ്ടത്. ഈ RX ലെങ്ത് എടുക്കണം 40 ഡിഗ്രി. 40 അല്ലേ, 45 അല്ലല്ലോ, 40 അല്ലേ, 40 ഡിഗ്രി ലൈനിൽ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്നും കൂടെ നോക്കണം. ഈ RS ലെങ്ത് കട്ട് ചെയ്ത് നോക്കാം. ഈ RSൻ്റെ ലെങ്ത് ശ്രദ്ധിക്കുക, ഒറിജിനൽ ലെങ്ത് തന്നെയാണ്. ഒറിജിനലി എന്തായിരുന്നു? ബേസ് എഡ്ജിൻ്റെ ലെങ്ത് 20 mm ആയിരുന്നു. അപ്പോൾ ഈ RSൻ്റെ ലെങ്തും 20 mm തന്നെയാണ്. കാരണം ചേഞ്ച് വരുന്നില്ല ഈ കേസിൽ. ചേഞ്ച് വരുന്ന കേസ് വരാം. ഓക്കെ, RS ഇവിടെ മാർക്ക് ചെയ്താൽ RSന് താഴേക്ക് നമുക്കൊരു 3.3 ഒക്കെ വേണം. ഓക്കെ, സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ട്. RSൻ്റെ മുകളിലേക്ക് 2 point something. ഓക്കെ, എത്രയും സ്പേസ് ഉള്ള സ്ഥിതിക്ക് അവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പം RS എന്നുള്ള ലൈൻ അവിടെ മാർക്ക് ചെയ്യാം. RS ഡോട്ടഡ് ലൈനാണ്. ഇവിടെ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പം RS ഇവിടെ വരുമ്പോൾ S2 R2 വരച്ച് ദെൻ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് അങ്ങോട്ട് വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. ഫസ്റ്റ് വേണമെങ്കിൽ മൊത്തം ഒരു ബോക്സ് ആക്കിയിട്ട് ആ ബോക്സ് ഇൻലൈൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വേണം വരയ്ക്കാം. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ലെങ്ത് മെഷർ ചെയ്ത് വരയ്ക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ലെങ്ത് മെഷർ ചെയ്ത് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, R to P ലെങ്ത് എടുക്കാം. R to Pയും S to D ലെങ്ത് എടുത്തു. ഇനി ഈ ഒരു ലെങ്തോടെ എടുക്കാം. ആ ലെങ്ത് എടുത്തു. നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നേരെയുള്ള ലൈനാണല്ലോ. നമുക്ക് ഇവിടുന്ന് 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ടറിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്. ഇപ്പം നമ്മൾ ആക്യുറസി കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് നോക്കിയേ, ഇത് നമുക്ക് ഡാർക്ക് ലൈനായിരുന്നു. ഓരോ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ അത്
മാർക്ക് ചെയ്ത് പോവുക. പോയിൻ്റ് ഏതായിരുന്നു? A2 F2. ഈ കിട്ടിയ പോയിൻ്റ് P2 U2. നമ്മൾ ഇത്രയും പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ DS ഇതുപോലെ തന്നെ ലൊക്കേറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു രീതിയിൽ വരച്ചാൽ മതി. ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ DC കിട്ടി, DCയും വരച്ചു. C2 D2. ഓക്കെ, ഇത്ര ലൈൻസ് ആയി. നമുക്ക് വേണ്ടത് ഈ പോയിൻ്റാണ്. E2 T2 ഒക്കെയാണ് വേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ചെയ്യാവുന്നത് ഡിസ്റ്റൻസിൽ തന്നെ കട്ട് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് തന്നെയാണോ F എന്നുള്ള ഡിസ്റ്റൻസ്? ഓക്കെ, സെയിം ആണ്. D എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരയ്ക്കുക. അതുപോലെ F എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് F എന്നുള്ള ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടി. F എന്നുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും A എന്നുള്ള ഡിസ്റ്റൻസും. ചെറിയ ചേഞ്ചൊക്കെ നമ്മൾ വരയ്ക്കുന്നതിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് കിട്ടി. ഇതാണ് B2. ഈ പോയിൻ്റാണ് E2. ABCD ബേസ് വിസിബിൾ ആയിരുന്നു. അപ്പോൾ അത് വിസിബിൾ ആക്കി തന്നെ വരയ്ക്കാം. ഓക്കെ, ഇനി T1 ആണ് വേണ്ടത്. T1ൻ്റെ ലെങ്ത് നമുക്ക് എടുത്ത് മാർക്ക് ചെയ്യാൻ വേണേ. 2.3 സംതിങ് ആണ്. 3.5. ഓക്കെ, അപ്പം ആ പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ T2, ഇത് Q2. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യണം. TQ ലൈനിലാണ് സെൻറ്റർ വരിക. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നോക്കി എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സെൻറ്റർ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു വ്യൂ കംപ്ലീറ്റ് ആയി. ഇത് വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. കാരണം ഈ ഒരു ഫിഗർ ആ സൈസും ഷേപ്പും മാറാതെ തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഈ ഒരു മെത്തേഡ് തന്നെ വേണമെന്നില്ല. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഒരു ബോക്സ് ആക്കിയിട്ട് വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങളുടെ ഒരു ഇതുപോലെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയതിന് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ ചെയ്യുന്ന പോലെയാണ്. ഈ പോയിൻറ്റ്സ് എല്ലാം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ബേസ് എടുക്കാം. PQRS, താഴത്തെ ബേസ് എന്ന് പറഞ്ഞാൽ PQRS ചെയ്യണം. അതിലെ പോയിൻറ്റ്സ് മൊത്തം കൂടെ എടുത്താലും പ്രശ്നമില്ല. ഒരു ബേസ് എടുത്താൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. താഴത്തെ ബേസ് ആയതുകൊണ്ട് മുകളിൽ വരെ ലൈൻസ് വരയ്ക്കണമെന്നില്ല. ഓക്കെ, അത് ആക്ച്വലി മുകളിലത്തെ ബേസ് ലൈനായിരുന്നു.
ഇപ്പോൾ പി ക്യു ആർ എസ് എന്ന ബേസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. U2 ഡാഷ് ടി വരുന്നത് യെസ്. ഓക്കെ, ഓ പിന്ന് ജസ്റ്റ് ഒന്ന് മാറിയാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. O2 ഡാഷ്. അപ്പോൾ ആ ഒരു 6 പോയിൻറ്റ്സ് കിട്ടി. വേണേൽ അത് ആദ്യം ജോയിൻ ചെയ്ത് പോവാം. ഇനി അതിപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തായാലും പി ക്യു ആർ എസ് എന്നുള്ള ബേസ് ഈ കേസിൽ നമ്മൾ വിസിബിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പി ക്യു ആർ എസ് എന്നുള്ള ബേസ് വിസിബിൾ ആയിരിക്കും. ഈ ഡയറക്ഷൻ എടുത്തത് തിരിച്ചെടുത്താൽ വിസിബിലിറ്റി മാറും. ഇത് 40 ഡിഗ്രി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ വിസിബിലിറ്റി ചേഞ്ച് ആവും. ഇനി ഇപ്പോൾ ഈ കേസിൽ പി ക്യു ആർ എസ് എന്നുള്ള ബേസ് വിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കി തന്നെ ജോയിൻ ചെയ്ത് വേണമെങ്കിലും പോവാം. ഓക്കെ, ബാക്കി പോയിൻറ്റ്സ് ഇനി ABCDയുടെ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. എഫ് നമ്മൾ ഓൾറെഡി വരച്ചായിരുന്നു. നമ്മൾ പോയിൻറ്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് A2 ഡാഷ് അപ്പം അവിടുത്തെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കറിയാം താഴത്തെ ബേസാണ് നമ്മൾ വിസിബിളായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് വേണം ഔട്ട് ലൈൻസ് ജോയിൻ ചെയ്ത് പോകാം. ഔട്ട് ലൈൻസിൽ വരുന്ന ലൈൻസ് FU വരും, C, നമ്മൾ ഇപ്പം ടോപ്പിലെ ബേസ് വിസിബിൾ അല്ലാതാണ് എടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ O എന്ന് പറയുന്നത് ഈ ലൈനിൽ തന്നെയാണ്. ആക്സിസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ വിസിബിൾ പോയിൻറ്റ്സ് തമ്മിലുള്ള ലൈൻസ് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം എ പി എന്നുള്ള ലൈൻ വിസിബിൾ ആയിരിക്കും. അതുപോലെ ബി ക്യു വിസിബിൾ ലൈൻസ് ആണ്. ബാക്കി ഇത് വിസിബിൾ ആയിരിക്കില്ല. ഇതാണ് ഫൈനൽ വ്യൂ വരിക. ഈ കേസിൽ ബേസ് നമ്മൾ ഈ ഡയറക്ഷൻ എടുത്തുകൊണ്ടാണ് ഈ ബേസ് വിസിബിളായിട്ട് എടുക്കേണ്ടി വന്നത്. തിരിച്ചെടുത്തിരുന്നെങ്കിൽ മുകളിലത്തെ ബേസ് അതിനെ വിസിബിൾ കിട്ടിയാണ്. അതായത് ഈ 40 ഡിഗ്രി ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ വരച്ചിരുന്നെങ്കിൽ ഈ വിസിബിളായിട്ടുള്ള ബേസ് താഴെ എഴുതാനെ ABCD വിസിബിളായി വന്നേനെ. ഓക്കെ, എനിവേ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. നമുക്ക് 40 ഡിഗ്രി കണ്ടീഷൻ പറഞ്ഞിട്ടില്ല ഏത് ഡയറക്ഷനിൽ എടുക്കണം. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണം എടുക്കാം. ഓക്കെ, ഇതാണൊരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ. അപ്പം ചെയ്ത് എടുക്കാൻ ആദ്യം ഇപ്പോൾ ഇത് പറഞ്ഞു പോയിട്ട് കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം. താങ്ക് യു.